എന്ത് കഷ്ടാത്, എല്ലാം വാടിയിരിക്കണു. ഇത്തിരി വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കി ഇതിനൊക്കെ. സെൽഫിഷ് പീപ്പിൾ. ഇവിടെ ഒരുത്തനുണ്ട് 24 മണിക്കൂറും ചുമ്മാ ഒരു പണിയില്ലാതെ വീട്ടിൽ കുത്തിയിരിപ്പ. ഒരു കപ്പ് വെള്ളമെങ്കിലും ഒഴിച്ചിരുന്നെങ്കിൽ പാവം. ആ ചെടിക്ക് വെല്ലപ്പുളത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തൂടെ? ചെടിക്കാൻ ഇടക്കിടക്ക് വെള്ളം ഒഴിക്കുന്നതാണ്. അതാണ് അവിടെ കാണ്ട് ഞാൻ. എന്ത് പറ്റിയാണോ അവന് പനി പോലെ വല്ലതൊക്കെ വന്നിട്ട് അങ്ങനെ വല്ലതും ആയിരിക്കും. ഇവിടെ ഒറ്റ ആൾക്ക് അതിനെ പറ്റി ഒരു വിചാരമില്ല. അതൊരു പാവം ജീവിയാണ്. വെല്ലപ്പുള്ള അതിനെന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുക്കണം. അതൊരു മിണ്ടപ്രാണി ആയോണ്ടല്ലേ നിങ്ങൾക്കൊന്നും അതിനോടൊരു വിലയില്ലാത്തത്. മീനാക്ഷി പറഞ്ഞ ശരിയാണ്. നീ ഇവിടെ വെറുതെ ഇരിക്കുമ്പോ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചൂടെ? അതൊരു മിണ്ടാപ്രാണിയല്ലേ? അത് തന്നെ ഇപ്പൊ അവളും പറഞ്ഞു. ഈ കാര്യത്തിൽ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല വേറെ. അല്ല, നിനക്ക് ഇത്ര പണിയൊന്നുമില്ലല്ലോ ഇവിടെ. എടാ, ഈ പണിയില്ല എന്ന് ഇടക്കിടക്ക് ഇങ്ങനെ പറയണമെന്നില്ല. എനിക്കിവിടെ പണിയൊന്നും ഇല്ലാന്ന് എനിക്ക് പറയാം. എന്നിട്ട് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാനും മറന്നുപോയി. പക്ഷേ നിങ്ങളെല്ലാരും വൈകുന്നേരം ഈ വാതിലൊഴി കടന്നിട്ട് തന്നെയല്ലേ ഇങ്ങോട്ട് വരുന്നത്. അല്ലാതെ ഗേറ്റിന്റെ അടുത്തെത്തി അവിടുന്ന് ടെറസിലേക്ക് ജമ്പ് ചെയ്ത് അവിടുന്ന് സ്റ്റെയർ കേസ് വഴി ഊർന്നിറങ്ങി ഡയറക്റ്റ്ലി റൂമിലേക്ക് പോവല്ലോ. അല്ല. അപ്പൊ വൈകുന്നേരം കൊടുത്താലും ചെടി വെള്ളം കുടിച്ചോളും. കാരണം എന്താ അറിയോ, ചെടി നിങ്ങളെ പോലല്ല, അതിന് മനുഷ്യപ്പറ്റുണ്ട്. പാവപ്പെട്ട കഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ ക്രോസ് വിസ്താരം നടത്തി ദ്രോഹികൾ മാനകളാ. എനിക്ക് പോയിട്ട് അടുക്കളയിൽ പണിയുണ്ട്, അരി കഴിയണം. എപ്പോ നോക്കിയാലും പണിയില്ല. അപ്പൊ ഇതൊന്നും ഒരു പണിയല്ലേ? ഇതിലൊന്നും ശ്രദ്ധയില്ല. ചെടി ദോശ ഞാനിപ്പോ കൊടുക്കാറുണ്ട്. ചെടിക്ക് ദോശയല്ലേ കൊടുക്കണേ? എന്താ ഇവിടെ പ്രശ്നം? കൊറേ നേരമായാലും ബഹളം തുടങ്ങിയിട്ട്. തമ്പുരായിട്ട് എനിക്കോ? നിനക്കെങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ചൂടെ? ആർക്ക്? ചെടിക്ക്. അതൊക്കെ കരിഞ്ഞു. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? അതിവിടെ ഏതെങ്കിലും നഴ്സറിയിൽ ഉണ്ടാ നോക്കാം. എന്റെ മറ്റൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതെ, പ്ലാൻ ഷോപ്പ് ആണെങ്കിൽ എന്റെ അറിവിലൊരു പ്ലാൻ ഷോപ്പ് ഉണ്ട്. ആരുടെ? എന്റെ ഒരു ഫ്രണ്ടിന്റെ. അർണോൾഡ്. ഷോപ്പിങ്ങിന് വരണമെന്ന് മാത്രം പറയരുത് പ്ലീസ്. ഞാൻ അത്ര സമയം എടുക്കാറില്ലല്ലോ. എക്സ്ക്യൂസ് മീ, മേ ഐ കം ഇൻ? എന്ത്? ഞാൻ അകത്തോട്ട് വന്നോട്ടെ. ഇതെന്താ ഒരു പുതിയ പരിപാടിയൊക്കെ? അല്ല, നിങ്ങൾ എന്തെങ്കിലും പേഴ്സണലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അകത്ത് വന്നിട്ട് ഒരു ശല്യാവരത്തല്ലോ എന്ന് വെച്ചിട്ടാണ്. മീനു എന്നൊന്ന് ഉള്ളിക്ക്. നീ തന്നെയാണോ സംസാരിക്കുന്നത്? ഇതൊന്നുമല്ല, വേറെന്തോ കാര്യം സാധിക്കാനാ. കഷ്ടമുണ്ട് മേനു ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ വീട്ടിൽ ഒട്ടും പ്രൈവസി തരാൻ പറ്റുന്നില്ലോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഈ ബോധോദയം നിനക്ക് എപ്പോ ഉണ്ടായടാ? 1-2 ദിവസമാടാ. അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കിയത്. സ്പെഷ്യൽ ഫുഡാ? പോടാ മീനു, നീ ഇപ്പൊ നിന്റെ ഹെൽത്ത് ഒന്നും തീരെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ആകെ ക്ഷീണിച്ചു പോയില്ലേ? ഞാൻ ഈ മഴക്കാലം പ്രമാണിച്ച് ഓരോ ദിവസവും നല്ല ഹെൽത്തി ഹോം മെയ്ഡ് ഫുഡ് ഉണ്ടാക്കി തരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റിയത്? വാ ഇങ്ങട് വാ. സർപ്രൈസ്. വാവ്, ഓ മൈ ഗോഡ്. കൊള്ളാം. നിനക്ക് എന്താണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. എന്താണെങ്കിലും സബാഷ്. ക്യാൻഡിൽ ഡിന്നർ കേട്ടിട്ടുണ്ട്, ലഞ്ച് ആദ്യമായിട്ടാണ്. പക്ഷെ ഒരു നൈറ്റ് ഫീൽ കിട്ടുന്നില്ലേ? പുറത്ത് നല്ല മഴ, തണുപ്പ്, എഴുതിരിയുണ്ട്. സത്യം. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇരിക്കട്ടെ. യെസ് പ്ലീസ്. ഇനി നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് ശല്യപ്പെടുത്താൻ ആരും ഇല്ലാതെ ഇഷ്ടം പോലെ സംസാരിക്കാടാ. എന്നാ സംസാരിക്കും. എടാ എന്താണ്? ഒന്ന് പോയിത്താടാ. ഞാൻ ആരുമില്ലാതെ. സോറി. സംസാരിക്കും. ഇതിന്റെ പേര് സാൻസവേരിയ. ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്, വളരെ റെയർ ആണ്. പിന്നെ ഇതൊരു ജർമ്മൻ പ്ലാന്റ് ആണ്. പിന്നെ ഈ സാൻസവേരിയയുടെ 3-4 വെറൈറ്റി ഉണ്ട്, ഞാൻ കാണിച്ചു സാറിന് വേണമെങ്കിൽ ഇതെടുക്കാം. എന്തായാലും നല്ലതാണ്. പിന്നെ ഈ പ്ലാന്റ് ഇതിന്റെ 2-3 വെറൈറ്റി ഉണ്ട്. അപ്പൊ ഇത് ഒരുപാട് ആൾക്കാർ കൊണ്ടുപോകുന്ന പ്ലാന്റ് ആണ്. നല്ലതല്ലേ? അപ്പൊ സാറിന് ഏതാ വെച്ചെടുക്കാം. ഓക്കെ. ഹായ്. അവരുടെ റെഗുലർ കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ പുതിയ അറൈവൽസ് വന്നാൽ അവരൊന്ന് വാങ്ങിക്കും.
അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു കൊടുക്കായിരുന്നു. ബോറടിച്ചോ? ഞാനിപ്പോ വന്നല്ലോ. ഇപ്പോഴോ? ലക്കി വന്നിട്ട് ഓൾമോസ്റ്റ് 20 മിനിറ്റ് കഴിഞ്ഞു. ഞാനെല്ലാം കാണുന്നുണ്ടായിരുന്നു, CCTV ഉണ്ടേ. ഓക്കെ. ലക്കി എന്താ വന്ന്? പ്ലാൻസ് വല്ലതും വാങ്ങുന്നുണ്ടോ? ആക്ച്വലി വീട്ടിലേക്ക് 2 പ്ലാന്റ്സ് വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പം മീനാക്ഷിയാ പറഞ്ഞ അർണോൾഡിന്റെ ഷോപ്പ് ഇവിടെ ഉണ്ട്. ഓക്കെ. മീനാക്ഷി അവിടെ? മീനാക്ഷി വന്നിട്ടില്ല, അവൾക്ക് നല്ല സുഖമില്ല. അയ്യോ, എന്ത് പറ്റി? എന്തോ പറ്റി, അല്ല തലവേദന. ഓക്കെ. ഞാനേ കാണുമ്പോ ചോദിക്കണം എന്ന് വിചാരിച്ചായിരുന്നു, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയേ? അതെൻ്റെ കുട്ടിക്കാലം തൊട്ട്, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് എൻ്റെ അമ്മ എന്നെ ഗാർഡനിങ് ഒക്കെ ശീലിപ്പിക്കുമായിരുന്നു. അപ്പോൾ വളർന്നപ്പോൾ അതിനോടുള്ള ഇഷ്ടം കൂടി, അതൊരു പാഷനായി, പിന്നെ പ്രൊഫഷനായി. അതെന്തായാലും നന്നായി. പിന്നെ ഞാനിതിൻ്റെ തൊട്ട് ബാക്കിലാണ് താമസം. ആണോ? നല്ല രസമല്ലേ, രാവിലെ എണീക്കുമ്പോൾ പക്ഷികളുടെ പാട്ട് കേൾക്കാം. പിന്നെ ഇതിനിങ്ങനെ പരിപാലിച്ചോണ്ട് നടക്കുന്നത് നല്ല രസമുള്ള കാര്യമല്ല. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ മനുഷ്യന്മാരെ പോലെയല്ല, വിശ്വസിക്കാം, ചതിക്കില്ല. എന്താ അങ്ങനെ പറഞ്ഞു? അല്ല, ഒന്നുമില്ല, പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് പ്ലാൻസ് വല്ലതും നോക്കിയാലോ? ഓക്കെ, നോക്കാം. ഏത് ടൈപ്പ് പ്ലാൻസ് ആണ് വേണ്ടത്? എന്ന് വെച്ചാ? അതായത് സിങ്ക്രോണിയം, മണി പ്ലാന്റ്സ്, സെക്യുലൻസ്, അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതൊക്കെയാണ് ഇപ്പോൾ പോപ്പുലർ. ഓ ശരി. വാ നോക്കാം. സാങ്കുട്ട ഉറങ്ങാണോ? അല്ല, പത്രം വായിക്കാൻ. നീ വല്ലതും കഴിച്ചോ? രാവിലെ 2 ഉണക്ക ദോശ കഴിച്ചു. അയ്യോ, അതിനുശേഷം ഒന്നും കഴിച്ചില്ലേ? എന്ത് കഴിക്കാൻ? ഇതാ എഴുന്നേക്ക്, ചൂടുവെള്ളം കുടിക്കും. ചൂടുള്ളൂ? നിനക്കെന്താ വട്ടായ? മഴക്കാലത്ത് എന്തൊക്കെ പകർച്ചവ്യാധികളാണെന്നറിയോ നാട്ടില്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. കുടിക്ക്. ഇത് കണ്ടോ? നിനക്ക് ഇഷ്ടപ്പെട്ട പുലാവ് ഇതാരുണ്ടാക്കിയത്? ഞാൻ ഉണ്ടാക്കിയത്. കഴിക്കും. എനിക്ക് പക്ഷെ വിശപ്പില്ല. ഒന്നും പറഞ്ഞാൽ പറ്റില്ല. കഴിക്കണം. നിനക്കൊന്നും പറ്റി? എനിക്കൊന്നും പറ്റില്ല. കഴിക്ക്. ഞാൻ കഴിച്ചോളാം. കഴിക്കോ? നല്ലോണം കഴിക്കണം. ചൂടുവെള്ളം കുടിക്കണം ഇടയ്ക്ക്. കുടിക്കില്ലേ? കഴിച്ചോളോ? കഴിക്കണം. കഴിക്കും. ഇവിടെ ഇരുന്നോട്ടാ. ഇവിടെ ആവുമ്പോ ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. വല്ലാണ്ട് ബോറടിക്കാണെങ്കിലേ ഞങ്ങളുടെ ഫിഷ് മോളിനോട് സംസാരിച്ചോ. ഡി മോളി പെണ്ണ, നിന്റെ ഫ്രണ്ട്സ് അവർ 2 പേരുട്ടാ. അവർക്ക് കമ്പനി കൊടുക്കണേ. ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവണമെന്നില്ലല്ലോ. അയ്യോ, നിങ്ങളെന്താ പരിചയപ്പെടാണ്ട് നിക്കണ്? പരിചയപ്പെട്. അയ്യോ സോറി, നിങ്ങൾക്ക് ഞാൻ പേരിട്ടില്ല അല്ലേ? നീ സുനില്, നീ സൽമാൻ. ഇനി സമാധാനം പോലെ പരിചയപ്പെട്ടോട്ടാ. പിന്നെ ഇവള് നിങ്ങളെ വല്ലാണ്ട് സംസാരിച്ച് ബോറടിപ്പിക്കുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ വന്നിട്ട് നല്ല ഇടി കൊടുക്കുന്നുണ്ട്. ഓക്കെ? അയ്യോ ഷോറി, ലാൻഡ് ഫോൺ കണക്ഷൻ എടുത്ത് കൊടുക്ക്. നിന്നെ വിളിച്ചു പറയും. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. അയ്യേ, ആരെങ്കിലും ചെടിക്ക് സുനീന്ന് സൽമാൻ എന്നൊക്കെ പേരിടോടി? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് ആ പാടൊരു ഇളക്കം. എന്തളക്കം? എനിക്ക് ഇളക്കൊന്നുമില്ല. ആരുടെ ഈ സുനി സൽമാനൊക്കെ? അതാരുമില്ല. അവിടെ നിക്ക്, പറഞ്ഞിട്ട് പോയാ മതി. അല്ലെങ്കിൽ അറിയാലോ, ഞാൻ ഈ വിവരം എല്ലാവരുടെയും പാട്ടാക്കും. നീ ആരുടെയും പറയോ? ഞാൻ ആരുടെയും പറയൂ. സത്യം ചെയ്. ശരിക്ക് ചെയ്. സത്യം. അതെന്റെ 10ാം ക്ലാസ്സിലെ ലൈൻസാ. 2 ലൈൻ നീ ഒരേ പോസ്റ്റിൽ വലിച്ച? ആ നാട്ടിലുള്ള അമ്മമാർക്ക് ഇത്രയും ദാരിദ്ര്യായിരുന്നു. എന്തായാലും കൊള്ളാം. ഇവന്മാരുടെ പേരൊക്കെ മാറ്റിക്കൊള്ളാം. ഇതൊന്നും ഇവിടെ നടക്കില്ല. കണ്ട അലവരാതികൾക്കൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇറങ്ങി പോടാ. വായി നോക്കി എന്റെ പിള്ളേരെ തൊട്ടാണ്ടല്ലോ.
ചെപ്പടിക്കുന്നിൽ ചിമ്മിച്ചെണ്ണ ചക്കരപ്പൂ. സാറ്റർഡേ അല്ലേ? അതെ. ഇന്ന് ഞാനാ പാത്രം കഴുകേണ്ട ദിവസം ഇങ്ങോട്ടാ. അതൊന്നും വേണ്ട, ഞാൻ കാണാം. നീ പുറത്തൊക്കെ പോയി ക്ഷീണിച്ചു വന്നല്ലേ. അത് സാരില്ലടാ, ഇങ്ങോട്ടാ, ഞാൻ കഴുകിക്കോളാം. നീ ഒന്ന് മാറിയെന്നേ. ഇതിലുണ്ടല്ലോ ഈ വാഷിംഗ് പൗഡറിലൊക്കെ ഭയങ്കര കെമിക്കൽസ് ആണ്. നിന്റെ കൈയുടെ സോഫ്റ്റ്നെസ് ഒക്കെ പോയി പോവും. അതിന് അതിനൊന്നുമില്ല, ഇനി മുതലൊക്കെ ഞാൻ ചെയ്തോളാം. ആ ആ. ഓക്കേ. എന്താ? ഒന്നുമില്ല. എന്നാ നീ പോയി റെസ്റ്റ് എടുക്ക്. ചെല്ല്. എന്തോ കുഴപ്പമുണ്ടല്ലോ. ചെപ്പടിക്കുന്നിൽ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്. വൈകുന്നേരം തുടങ്ങി എന്തോ പന്തില്ലായ്മയുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഉച്ചവട്ട പ്രശ്നമാണ്. അല്ല, രാവിലെ തൊട്ടേ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വെളുപ്പിന് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ആ എനിക്കവൻ പുലാവൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്റെ പൊന്നളിയ എന്നും പറഞ്ഞ് നിനക്ക് ഓംലെറ്റ് ഇഷ്ടമാണെന്നൊന്നും പറയരുത്. അവൻ ചിലപ്പോ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ പൂവൻ കോഴിനെ ഓടിച്ചിട്ട് മുട്ടയടിച്ചോണ്ട്. എനിക്ക് തോന്നണതേ അതെ, കുറച്ച് നല്ല തണുത്ത മോരുവെള്ളം എടുക്കട്ടെ എല്ലാവർക്കും. ഈ മഴയത്താ വെള്ളോ? എന്നാ ഒരു ചൂട് സുനയവാനി ആയാലോ? വേണ്ട. ഞാൻ ഈ തറയൊക്കെ ഒന്ന് തുടക്കട്ടെ എന്നാല്. വേണ്ടടാ. കക്കൂസെങ്കിലും കഴുകാൻ എന്നെ സമ്മതിക്കണം. നീ എന്തെങ്കിലും പോയി ചെയ്. താങ്ക്സ്. കക്കൂസ് കഴുകാൻ കിട്ടിയില്ല, എന്നെ ആകെ സങ്കടമായി. ഭാഗ്യം. എനിക്ക് തോന്നണതേ അതെ, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? പോയി കക്കൂസ് ചെയ്യടാ. ഓക്കെ. വട്ടയുണ്ടോ പിന്നെ? ഇത് വട്ടൊന്നല്ല, വേറെന്തോണ്. വേറെന്ത്? എനിക്കാണ് ഏതോ വീട്ടില് പണ്ട് പണിയെടുത്ത് പണ്ടറങ്ങി ചത്തുപോയ വേലക്കാരന്റെ പ്രേതം എന്തോ കയറിയാണ്. എനിക്ക് തോന്നണതേ നിനക്ക് കൊറേ നേരമായില്ല തോന്നാൻ തുടങ്ങിട്ട്, ഒന്ന് മൊഴിയോ? ആ പറയാം. എനിക്ക് തോന്നണതേ ഇവന് കോംപ്ലക്സ് അടിച്ചിട്ടാണ്. എന്തിന്റെ കോംപ്ലക്സ്? ആ എനിക്ക് മനസ്സിലായി. എന്താണെന്നറിയോ, ഇവിടെ നമുക്കെല്ലാവർക്കും ജോലിയില്ലേ, അവന് മാത്രമല്ല ജോലി ഇല്ലാതുള്ളത്. അവനാണെങ്കിൽ വീട്ടിലെല്ലാവരും തരാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു ഞാൻ രാവിലെ അങ്ങനെ പറയണ്ടായിരുന്നു. സോറി പറയാം. എന്തിന് സോറി പറയണ്? നമ്മുടെ പയ്യനല്ലേ. നീ വാ, നമുക്ക് സംസാരിച്ചു. ആ അതന്നെ. എന്താ മോനെ ഇവിടെ ഒന്ന് നിന്നിരുന്ന് ഒരു കാര്യം ചോദിക്കട്ടെ. ബാ. എന്താണ്? ഇരിക്ക്. എടാ അതെ, നിന്നോട് ഞാൻ ഇതിനു മുമ്പും ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിനക്ക് എത്ര ആള് വേണമെങ്കിലും ഈ വീട്ടിൽ താമസിക്കാം. അതിന് നിന്റെ ചെലവോ ഈ വീട്ടിലെ ചെലവോ അതിനെക്കുറിച്ചൊന്നും നീ ആലോചിക്കേണ്ട കാര്യമില്ല, കേട്ടാ. അതിന് നമ്മളിവിടെ കുറെ പേരുണ്ട്. അതെ, ഞാൻ രാവിലെ പറഞ്ഞതാണെങ്കിൽ ഐ എം റിയലി സോറി. ഓക്കെ. ഇതൊന്നല്ല. പിന്നെന്താണ്? അല്ല, ഒരു ഫാമിലി ആകുമ്പോൾ അതിന്റെ ചെലവുകൾ ഉണ്ടാവുമല്ലോ. നിനക്കും വീട്ടിലേക്ക് വല്ലതൊക്കെ അയക്കണ്ടേ? പിന്നെ ലോണ് വേറെ. എനിക്കാണോ ഒന്നും അങ്ങോട്ട് തരാനും പറ്റുന്നില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, അടുത്ത മാസം തൊട്ട് ഇവന്റെ ലോൺ DIG അടച്ചോ. അത് ശരിയാവില്ല. അത് ശരിയാവത്ത്. എന്നാ ഇവിടെ കിടന്ന് ഒരുമാതിരി ഓവർ ആക്ടിങ് കാണിക്കല്ലേ, കേട്ടാ. നീ ഇവിടെ നമുക്ക് ആർക്കും ബാധ്യതയൊന്നും അല്ല. എടാ അവനവന് പറഞ്ഞിട്ടുള്ള പണി ചെയ്താൽ മതി. അല്ലാതെ ഒരുമാതിരി അക്കരക്കരല്ല ശ്രീനിവാസം കളിക്കരുത്. ഈ മീനവിയിൽ എന്തായോ എന്തോ അങ്ങനെ തോന്നി നിങ്ങക്ക്? ഇല്ല, ഒട്ടും തോന്നിയില്ല. എന്നാ ചുമ്മാ എന്തേലും ഉണ്ടാക്കിക്കൊണ്ടുവാ, കാണട്ടെ. ഇനിയിപ്പോ സന്തോഷായി. ചേച്ചി ഇതിലൊക്കെ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മുടെ ലൈഫിലെ ഫോർച്യൂൺ തന്നെ നിശ്ചയിക്കും, അതറിയോ? അങ്ങനെയൊക്കെ ഉണ്ടോ? എന്റെ ചേച്ചി ഒരു കഫേ തുടങ്ങി വെച്ചോണ്ട് മാത്രം കാര്യമൊന്നുമില്ല. അതിന്റെ അകത്ത് ഇന്റീരിയേഴ്സ് ഒക്കെ കുറെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഗ്രീനറി ഒക്കെ ഉണ്ടാക്കി വെച്ച എന്ത് രസാ. ഹായ്. ആവശ്യത്തിനകത്തില്ലേടാ, അത് പോരെ. അത് പോരാ ചേച്ചിക്ക് അറിയോ, ഇവിടെ ഒരു പ്രത്യേക തരം ചെടിയുണ്ട്. അത് വെച്ചാലേ ക്യാഷ് ഇങ്ങനെ അട്രാക്ട് ചെയ്യും. ഷോപ്പിൽ ആളില്ലെങ്കിലും വരുമോ? അങ്ങനെയല്ല, ആളുകൾ വരണം. എന്റെ ചേച്ചി ഇതിലൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. ചേച്ചിയുടെ നല്ലതിനല്ലാണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമോ ചേച്ചീനെ? അതില്ല. കാണില്ലല്ലോ. ആരേടി മോളെ? അല്ല, ആ ചെടി കാണില്ലല്ലോ. ഹായ്. എന്താണ് ഇന്നലെ കൊണ്ടുപോയതൊക്കെ ഓക്കെ അല്ലേ? അത് കുഴപ്പമൊന്നുമില്ല, സൂപ്പർ. ഓക്കെ. ഇന്നെന്താ വേണ്ട? ഇന്നോ? ഇത് പ്രീതി ചേച്ചി, ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാ. ഇവിടെ ഒരു കഫേ നടത്തുന്നുണ്ട്. ചേച്ചി കൊറേ നാളായി അതിന്റെ അകത്ത് നല്ല പ്ലാൻസ് ഒക്കെ വേണമെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒന്നും നോക്കില്ല, നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അല്ലേ ചേച്ചി? ആണോ? അല്ലേ? ആണ്. അതെ അതെ. മോന്റെ പേരെന്താ? അർണോൾ. അതെ, ഇവള് പറഞ്ഞല്ലോ ഇവിടെ ഒരു ചെടി ഉണ്ടെന്ന്. അതുകൊണ്ട് വെച്ച് ഇങ്ങനെ പൈസ ഒഴുകി വരുന്നു. അതേത് ചെടിയാ മോനെ? അങ്ങനെ ഒരു ചെടിയില്ല ചേച്ചി. നമ്മുടെ നാട്ടിൽ ഈ മണി പ്ലാന്റ്സിനാണ് ആൾക്കാർ അങ്ങനെയൊക്കെ പറയാറ്. അത് കാശൊന്നും കൂടി തരില്ല. വീടുകളിൽ നമ്മൾ ചെടികൾ വെച്ചാൽ നമ്മുടെ മുറികളിലേക്ക് കൂടുതൽ ഓക്സിജൻ സപ്ലൈ കിട്ടും.
നല്ല ശുദ്ധമായ ഓക്സിജൻ ശ്വസിച്ചാൽ നമ്മൾ മനുഷ്യർക്ക് കൂടുതൽ എനർജി കിട്ടും, കൂടുതൽ ചിന്താശക്തി കിട്ടും. അതൊക്കെയാണ് അതിൻ്റെ ഒരു സയൻസ്. അത്രേ ഉള്ളൂ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ഞാൻ ഇവിടം വരെ വന്നതല്ലേ, മോൻ ചേച്ചിക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ സജസ്റ്റ് ചെയ്ത്. സിങ്ക്രോണിയ മണി പ്ലാന്റ് സെക്യുലൻസ്, അതാണ് ഇവിടുത്തെ പോപ്പുലർ അല്ലേ? അതെ അതെ. ചേച്ചി ഇഷ്ടമുള്ളത് നോക്കിയോളൂ. വീട്ടിൽ വെക്കാം. കഫേയിലേക്കുള്ളത് ഞാൻ വന്നിട്ട് നോക്കാം. നമുക്ക് പ്ലാൻ ചെയ്യാം. അത് ചുമ്മാ അങ്ങനെ കൊണ്ടുവെക്കാൻ പറ്റില്ല. അതിനൊക്കെ ഒരു ശാസ്ത്രമുണ്ട്. നോക്കിയോളൂ. ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് കാണട്ടെ. ശരി ശരി. ചേച്ചീനെ കുറെ കഷ്ടപ്പെടുത്തിയിട്ട് ഞാനോട്ട് കൊണ്ടു. കഷ്ടപ്പെടുത്തുന്ന പണ്ട് മുതലുള്ള ശീലമാണല്ലോ. ഇതെങ്ങനെയാ വീട്ടിലുണ്ടാക്കി വെക്കുക? അയ്യോ ദേ ഇവിടെ പൊടി. അയ്യോ ദേ ഇവിടെ. അപ്പൊ ഇത് അത് ഈ കയറുകൊണ്ട് ഇങ്ങനെ ടൈറ്റ് ആക്കി മോളിൽ നിന്ന് ഹാങ് ചെയ്ത്. ലക്കി, എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. എന്താ മീനു, എനിക്ക് കുറെ വർക്ക് ചെയ്ത് തീർക്കാണ്ട്, പിന്നെ സംസാരിച്ചാൽ മതിയോ? ഇല്ല, എനിക്ക് ഇപ്പൊ തന്നെ ചോദിക്കണം. എന്താ? ഇന്നലെ നീ വീണ്ടും എറണാകുളം കടയിൽ പോയിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാനോ? ഇല്ലല്ലോ. നീ ഇന്നലെ പ്രീതി ചേച്ചി കൊണ്ടാവണം വരെ പോയിട്ടുണ്ടായിരുന്നില്ലേ? അത് ഞങ്ങൾ അതിലെ പോയപ്പോ കേറിയതാ വെറുതെ. എന്തിനാടി നോണ പറയണേ? പ്രീതി ചേച്ചി എന്നെ ഇപ്പനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ട് എന്റെ തൊലി ഉരിഞ്ഞുപോയി. അതിന് തൊലി ഉരിയാൻ മാത്രം അവിടെ ഒന്നും നടന്നില്ലല്ലോ. ഒന്നും നടന്നില്ലെങ്കിൽ പിന്നെ എന്തിനാടി നീ എന്നോട് നോണ പറയണേ? ആ പാവം ചേച്ചിയെ പറ്റിച്ച് അവിടെ വരെ കൊണ്ടുപോയേ. ഞാൻ ആരും പറ്റിച്ചിട്ടൊന്നുമില്ല. ചേച്ചിയുടെ കഫേയിലേക്ക് കുറച്ച് പ്ലാൻസ് വേണമെന്ന് പറഞ്ഞപ്പോ കൊണ്ടുപോയതാ. നീ എന്തിനാ ലക്കി എപ്പോ നോക്കിയാലും അവിടെ പോയി പുഷ്പിക്കണേ? അവൻ നിന്നെ മൈൻഡ് പോലും ചെയ്യണില്ലല്ലോ പെണ്ണുങ്ങളുടെ പേര് കളയാൻ വേണ്ടിട്ട്. എന്നാ ഞാൻ പോണില്ല. ഞാൻ പോണ്ടെന്നല്ല പറഞ്ഞത്. നമുക്കറിയില്ല അവൻ നിന്നെ എങ്ങനെ കാണുന്നേന്ന്. ചിലപ്പോ അവന്റെ പഴയ സ്റ്റുഡന്റ് ആയിട്ടാണ് കാണുന്നത്. ഉണ്ടല്ലോ. ആ, ലക്കിക്ക് ഒരു കൊറിയർ ഉണ്ട്. കൊറിയറോ? ആരായിരിക്കും? വല്ല ബിലേറ്റഡ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരിക്കും. പിന്നെ ജിൻഡ ഇവിടെ ഇപ്പുറത്തിരിക്കണം. അവൻ എന്തിനാ കൊറിയർ ചെയ്യേണ്ട ആവശ്യം? ജിൻഡോ ആയിരിക്കില്ല. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇതെന്തത്? നേരിട്ട് പറയാൻ പേടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹസം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാച്ചുകളാം, കൊല്ലരുത്. അർണോൾഡ്. Oh my god. The way you make me feel. The way you make me feel. ഡി സോങ് മാറിപ്പോയി. എന്ത്? എന്ത് വലിയ ജാടിയൊന്നും വേണ്ടാട്ടെ. ജാടാ? നമുക്കുണ്ട് ബോയ് ഫ്രണ്ട്. അയ്യേ പടപ്പടി തുടങ്ങിയിട്ട് സാംബോയ്, നിനക്കും കിട്ടൂടാ ഗേൾ ഫ്രണ്ടിനെ. വിഷമിക്കണ്ടാട്ടാ. എനിക്ക് വിഷമമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. അത് നിനക്ക് ഗേൾ ഫ്രണ്ടിനെ കിട്ടിയാല് പക്ഷെ നമ്മൾ റിസ്ക് എടുക്കണ്ടേ? നമ്മുടെ പ്രോഡക്റ്റിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കണം. അതല്ലേ ഹീറോയിസം. നീ എന്തെങ്കിലും പറഞ്ഞപ്പോ? നീ എന്തെങ്കിലും പറഞ്ഞോന്ന്? ഞങ്ങള് ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കായിരുന്നു. നീ ഇവരോടെ കൊണ്ടുവച്ച് നന്നായി. പകലെനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാനൊക്കെ ഒരു കൂട്ടായാലും. നമുക്കും ഉണ്ട് മിണ്ടാനും പറയാനും ആൾക്കാരും. ചേട്ടാ കണ്ടോ, എക്സ്ട്രാ മസിൽ പിടുത്തക്കാരുടെ ഉള്ളിലും ഒരു സ്മോൾ ബേർഡ് ഉണ്ടാവും. ഏത് പൈങ്കിളി, അത് ഒളിച്ചിരിപ്പുണ്ടാവും. അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രേക്ഷകർ. ചേട്ടൻ്റെ പടം പ്രൊഡ്യൂസ് ചെയ്യോ? എന്താ ചെയ്യാൻ ചെയ്യില്ലേ?